ഉമാമ എന്ന മോളുണ്ട്. ആ മോളെയൊക്കെ നബി തങ്ങൾ നിസ്കാരത്തിൽ കയ്യിലെടുത്തുകൊണ്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ തന്റെ ഭർത്താവിനോട് പലപ്പോഴും ചോദിച്ചു. അബുൽ ആസ് ഇബ്നു റബീഅ നല്ല ബുദ്ധിമാനിയാണ്, നല്ല അറിവുള്ള ആളാണ്, അറബ് സാഹിത്യം അറിയുന്ന ആളാണ്. ചോദിക്കുമായിരുന്നു, അബുൽ ആസേ, അവർ നല്ല സ്നേഹത്തിലാണ്, പിരിയാൻ ഒരിക്കലും അവർക്ക് ആഗ്രഹമില്ല. അബുൽ ആസേ, എന്റെ പിതാവിന്റെ ഗുണം എത്രയാണെന്ന് എന്നെപ്പോലെ അതിലേറെയോ അറിയുന്ന ആളല്ലേ നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ളവരും. ആ വിശുദ്ധ വചനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിരൂപിക്കുവാനോ കുറ്റം പറയാനോ അല്ലെങ്കിൽ ന്യൂനതയുണ്ടെന്ന് പറയാനോ നിങ്ങൾക്ക് കഴിയുമോ? എത്ര മനോഹരമാണ് ഖുർആനിന്റെ വചനങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നജ്മി ഇദാ ഹവാ മാ ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. വളരെ മനോഹരമായി വിശുദ്ധ ഖുർആൻ സൈനബ് ബീവി ഓതിക്കൊടുക്കും. തൻ്റെ ഭർത്താവിൻ്റെ മനസ്സിൽ എവിടെയോ ധർമ്മവും സത്യവും നബിയുടെ കൂടെയുണ്ട് എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് മന്ത്രിക്കുന്നുണ്ട്. പക്ഷേ ഈഗോ കാരണം, ചെറിയൊരു അഹങ്കാരം കാരണം തീരുമാനം ഒരിക്കലും മാറ്റിയില്ല. താൻ അവിശ്വാസത്തിൽ തന്നെ തുടരുന്നു. ബദർ യുദ്ധം നടക്കാൻ പോവുകയാണ്. മദീനയിലേക്ക് അവര് താമസം മാറിയിട്ടുണ്ട്. ബദർ യുദ്ധം നടക്കാൻ പോകുമ്പോ സൈനബ് ബീവി ദുആ ഇറക്കുമായിരുന്നു, റബ്ബേ, ഒരു യുദ്ധമെങ്ങാനും നടക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് എൻ്റെ നബിയാണ്, എൻ്റെ ഉപ്പയാണ്, മറുഭാഗത്ത് എൻ്റെ പുതിയാപ്പിളയാണ്, അവിടെ യുദ്ധം ചെയ്യുക. അല്ലാഹു, ഒന്നുകിൽ എൻ്റെ ഉപ്പയെ എനിക്ക് നഷ്ടമാകും, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് എനിക്ക് നഷ്ടമാവും, ഞാൻ ഒരു വിധവയാകും. അല്ലാഹുവേ, ഒരു യുദ്ധമുണ്ടാവരുതേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു സൈനബ് ബീവി. പക്ഷേ അല്ലാഹുവിൻ്റെ നിയമം, പടച്ചതമ്പുരാന്റെ തീരുമാനങ്ങൾ നടപ്പിലാവുകയാണ്. പുണ്യ റസൂലിനെയും മദീനയിൽ നിൽക്കുന്ന സ്വഹാബികളെയും തുരത്തിയോടിക്കാൻ മക്കയിൽ നിന്ന് വന്ന 1000-ലേറെ വരുന്ന സൈന്യം, അവരുമായി നേരിട്ട യുദ്ധമാണ്. മക്കയിൽ നിന്ന് ഒരുപാട് ദൂരത്തും മദീനയിൽ നിന്ന് ഒരു 100-120 കിലോമീറ്റർ അകലെയും മാത്രം നിൽക്കുന്ന ബദർ എന്ന് പറയുന്ന സ്ഥലം. അവിടെ വെച്ച് നടന്ന യുദ്ധമല്ലേ റമളാൻ 17 നടന്ന ബദർ യുദ്ധം. ബദർ യുദ്ധം നടക്കുന്ന സമയം സൈനബ് ബീവി മക്കയിലാണ്. ബീവി മദീനത്തേക്ക് വന്നിട്ടില്ല, ബീവി ഹിജ്റ ചെയ്തിട്ടില്ലെന്ന്. ബീവി റളിയല്ലാഹു അൻഹ മക്കയിലാണ് 2 മക്കളോടൊപ്പം. യുദ്ധം നടന്നു കഴിഞ്ഞപ്പോൾ ബീവി മക്കക്കാരോട് ചോദിച്ചു, മാദാ ഫഅല അബീ, എൻ്റെ ഉപ്പ എന്താണ് ചെയ്തത്? എൻ്റെ ഉപ്പയുടെ അവസ്ഥ എന്താണ്? എൻ്റെ ഉപ്പാക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അവർ പറഞ്ഞു, ഇല്ല, നിന്റെ ഉപ്പയും അനുയായികളും ആ യുദ്ധം വിജയിച്ചു. അത്ഭുതമായിരുന്നു. പിന്നെ ചോദിച്ചു, മാദാ ഫഅല സൗജി, എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ എന്താണ്? അത്രക്ക് സ്നേഹമായിരുന്നു ഭർത്താവിന് ഇങ്ങോട്ടും സൈനബ് ബീവിയെ അത്രക്ക് ഇഷ്ടമായിരുന്നു. നിന്റെ ഭർത്താവിനെ അവര് യുദ്ധത്തടവുകാരനായി പിടിച്ചിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം തോറ്റുപോയ സൈന്യത്തിന്റെ ഭാഗമായി ഇതിന്റെ പേരിൽ ജയിച്ച സൈന്യം തോറ്റുപോകുന്ന സൈന്യങ്ങളെ യുദ്ധത്തിന്റെ തടവുകാരായി പിടിക്കും. അവർക്ക് മോചനദ്രവ്യം കൊടുത്താലാണ് അവരെ വിട്ടയക്കുന്നത്. അങ്ങനെ സൈനബേ, നിന്റെ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീഅ അവിടെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. മഹദിയുടെ മനസ്സിൽ വേദനയായി. ഖുറൈശികൾ ഓരോരുത്തരെയും മോചിപ്പിക്കാൻ വേണ്ടി മോചനദ്രവ്യങ്ങൾ മക്കയിൽ നിന്ന് കൊടുത്തുവിടും, സമ്പത്ത്. അങ്ങനെ ഓരോരുത്തരെയും അവരെ മോചിപ്പിക്കും. സൈനബ് ബീവിയെ വിവാഹം ചെയ്ത പുതിയാപ്പിളയല്ലേ, എങ്ങാനും മനസ്സ് മാറിയാലോ എന്ന് വിചാരിച്ച ഖുറൈശികൾ അബുൽ ആസ് ഇബ്നു റബീഅനെ മോചിപ്പിക്കാനുള്ള ഒരു പൈസയും കൊടുത്തുവിട്ടില്ല. അത് സൈനബ് ബീവിക്ക് വിഷമമായി. ബീവി റളിയല്ലാഹു അൻഹ കഴുത്തിലണിഞ്ഞിരുന്നൊരു മാലയുണ്ട്. ആ മാല മദീനത്തേക്ക് കൊടുത്തയച്ചു. തന്റെ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീഅനെ മോചിതരാക്കാനുള്ള പണമായിട്ട് കൊടുത്തയച്ചു, റാൻസം ചെയ്യാനായിട്ട്. അല്ലാഹുവിന്റെ ഹബീബ് നിസ്കാരം കഴിഞ്ഞാൽ മദീന പള്ളിയുടെ മുറ്റത്ത് വരും. ഓരോരുത്തരെ മോചിപ്പിക്കാൻ കൊടുത്തുവിട്ട മോചനദ്രവ്യം ഹബീബിനെ കാണിക്കും. തങ്ങൾ പറയും, അവരെ വിട്ടയച്ചോളൂ. ഓരോരുത്തരുടെ പേര് വായിക്കും. ആരുടെയൊക്കെ മോചനദ്രവ്യമാണോ വന്നത് അവരെ വിട്ടയക്കും. അക്കൂട്ടത്തിൽ 5 പൈസ പോലും വാങ്ങിക്കാതെ, ഒരു ചില്ലിക്കാശ് പോലും വാങ്ങിക്കാതെ അവരിൽ ഒരുപാട് ആളുകൾ നബി തങ്ങൾ മോചിപ്പിച്ചിട്ടുണ്ട്. 70-ൽ അതിന് നബി തങ്ങൾ ഡിമാൻഡ് വെച്ചത്, എൻ്റെ സ്വഹാബികളിൽ
10 പേർക്കെങ്കിലും എഴുതാനും വായിക്കാനും അറബ് ഭാഷ എഴുതാനും വായിക്കാനും നിങ്ങൾ പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ ഞാൻ മോചിപ്പിക്കാം. അറബ് ഭാഷ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചാൽ അത് മതി, പിന്നെ പൈസ വേണ്ട, നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. അങ്ങനെ മോചനം കൊടുത്ത ആളുകൾ വേറെയും. അങ്ങനെ ഹബീബിന്റെ കയ്യിലൊരു മാല വന്നു. ആ മാല എടുത്തു നബി തങ്ങൾ. എന്നിട്ട് ചോദിച്ചു, ഇതാർക്ക് വേണ്ടി കൊടുത്തയച്ചതാണ്? അവർ പറഞ്ഞു, നബിയേ, ഇത് അബുൽ ആസ് ഇബ്നു റബീഇനുള്ളതാണ്. ആ മാല നോക്കുമ്പോൾ ഹബീബിന്റെ കണ്ണുകൾ നനഞ്ഞു. അവിടുത്തെ ആദ്യത്തെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആരുടെ കൂടെയാണോ നബി തങ്ങൾ വൈവാഹിക ജീവിതം ആരംഭിച്ചത്, 25 വയസ്സുള്ള നബി 40 വയസ്സുള്ള വിധവയായ ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തില്ലേ? ആ ബീവിയോടൊപ്പം 24 25 കൊല്ലത്തോളം ജീവിച്ച് ഹബീബിനെക്കാളും 15 വയസ്സ് മുതിർന്ന മഹദി, നബിക്ക് മുമ്പ് വിവാഹം ചെയ്യപ്പെട്ട മഹദി, വിധവയായ മഹദി, ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ. എൻ്റെ ഖദീജ എന്ന് പറയുന്ന നബി, ഖദീജ ബീവിയുടെ അനുജത്തി ഹാല ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് മദീനയുടെ ഹബീബിന്റെ വീടിന്റെ പരിസരത്ത് വന്ന് സലാം പറയുമ്പോ ഹാല ഹാല എന്ന് പറഞ്ഞ് നബി ഞങ്ങൾ എഴുന്നേറ്റ് ഓടുകയാണ്. ആയിഷ ബീവി ചോദിച്ചു, നബിയെ എന്ത് പറ്റി? ദക്കറതിനി ഖദീജ, ഹാലയുടെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ ഖദീജയെ ഓർമ്മ വന്നു എന്ന് നബി തങ്ങൾ അത്രക്ക്